ഇത് ആക്ടേഴ്സ് ഏകദേശം എല്ലാവരും കുറച്ച് ഇതൊന്നും ചെയ്യുന്നതായിട്ട് ആക്ടറാണ്, ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിട്ട് തോന്നി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തതാണോ അതോ ആക്ടേഴ്സിന്റെ? പുതുമുഖത്തിനുള്ള പ്രധാന കാരണം ഞാൻ പ്രൊഡ്യൂസറാണ്. താരങ്ങളിലേക്ക് പോയാൽ താരങ്ങൾ സമീപിച്ചിരുന്നോ, റിജക്ട് ചെയ്തോ, അങ്ങനെ ഇല്ല. പുതിയ പ്രൊഡ്യൂസർ ആയതുകൊണ്ടുള്ള ദാരിദ്ര്യം. പിന്നെ എനിക്ക് പുതുമുഖങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മമ്മൂട്ടിയും നെടുമുടി വേണുവും ഒക്കെ പുതുമുഖങ്ങളായിരുന്ന സമയത്ത്, ആദ്യമായിട്ടല്ല, മമ്മൂട്ടിയുടെ രണ്ടാമത്തെ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നു. നെടുമുടിയുടെ മൂന്നാമത്തെ പടമായിരിക്കും കോമരം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ചെയ്ത്. അതൊക്കെ അവർ കാണിച്ചിരിക്കുന്ന പലതും അവർ എന്നിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സെറ്റിൽ നിന്ന് അവർ പുറത്തു പോകില്ല. അവരുടെ അഭിനയം കഴിഞ്ഞാലും ബാക്കിയുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കും. ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം ഞങ്ങൾ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ വന്നിരുത്തും, അഭിപ്രായങ്ങൾ പറയും. ചില നടന്മാർക്ക് ചില കാര്യങ്ങൾ എനിക്ക് അഭിനയിച്ച് കാണിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലുള്ള ആളാണ്. അഭിനയിക്കാൻ അറിയാം, പക്ഷെ ഒരു സംവിധായകൻ അഭിനയിച്ച് കാണിച്ച് അതുപോലെ ചെയ്യണം എന്ന് പറയാൻ പാടില്ല. പക്ഷെ നെടുമുടി വേണുവിനോട് പറയും, വേണു അതൊന്ന് കാണിച്ചു കൊടുത്ത് എങ്ങനെ, എന്നിട്ട് ഇവരോട് പറയും ഇതാണ് ഒരു രീതി, ഇനി നിങ്ങളുടെ രീതിയിൽ ചെയ്യുക. അപ്പൊ ഇങ്ങനെ പുതുമുഖങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു അസാധാരണമായ കോപ്പറേഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ പുതുമുഖ ഡയറക്ടറോ മമ്മൂക്ക കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ കൂടുതൽ അറിവുകൾ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഫസ്റ്റ് ചെയ്യുന്ന പടത്തിൽ അവർക്ക് അത്ര നാൾ പഠിച്ച എല്ലാ എക്സ്പീരിയൻസും കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. ഡയറക്ടേഴ്സ് പുതുമുഖങ്ങളായി കഴിഞ്ഞാൽ അവർ ഗുണങ്ങളുണ്ടാകും. അല്ല, എനിക്കത് ചോദ്യം ശരിക്കും മനസ്സിലായില്ല. മമ്മൂട്ടി പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നത്, ഒരു സംവിധായകൻ അവരുടെ എല്ലാ അറിവും അല്ലെങ്കിൽ അവരുടെ എല്ലാ എഫേർട്ടും ആദ്യത്തെ ഒരു സിനിമയിലായിരിക്കും ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അത് ഹിറ്റായ രണ്ടാമത്തെ സിനിമ ചിലപ്പോൾ ഉഴപ്പി തുടങ്ങാം. അതൊരു ഏറ്റവും എനർജി എടുക്കുന്നത് ആദ്യത്തെ സിനിമയ്ക്കായിരിക്കും എന്ന് പറയാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സാധ്യതയുണ്ട്. കാരണം ഈ ആദ്യത്തെ സിനിമ ആണെങ്കിലും അയാൾ വർഷങ്ങളോളം ചിന്തിച്ചിരുന്ന ഒരു തീമായിരിക്കും. അതിനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വലുതാക്കി സാക്ഷാത്കരിക്കാൻ ഉള്ള ശ്രമം. പിന്നെ ആദ്യത്തെ ശ്രമം എന്ന നിലയിൽ എല്ലാ എഫർട്ടും അതിൽ ഉപയോഗിക്കും. രണ്ടാമത്തെ സിനിമ ആകുമ്പം പുറത്തുനിന്നുള്ള മറ്റു പല ശക്തികളും ഇയാളെ സ്വാധീനിക്കാം. ഈ അയാൾക്ക് ഇടിക്കുന്ന ഫെയിം, പിന്നെ ഇയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ശക്തികൾ വരാം. പറ്റിയ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയില്ല എന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വിപരീതമായി അനുസ്യൂതം വളരുന്ന സംവിധായകരും ഉണ്ട്. ഒരുപാട് സംവിധായകരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു സാർ കൂടുതൽ ഒരുപാട് പുതിയ സംവിധായകരോട് അല്ലെങ്കിൽ യുവ സംവിധായകരോട് വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. അതെന്താണ് അവരായിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു അവര് സാറിനെ വിളിക്കുന്നതാണ് ഒരു ഗുരുസ്ഥാനീയനായിട്ട്, അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീനിയർ ക്യാമറമാനായിട്ട് തോന്നുന്നതുകൊണ്ടാണോ സാറിനെ വിളിക്കുന്നത്? ചോദിച്ചിട്ടുണ്ടോ അവരുടെ അടുത്ത്? അങ്ങനെ ഫസ്റ്റ് പ്രോസസ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇപ്പോ ക്യാമറാമാനാണ് ഒരു സംവിധായകന്റെ മനസ്സ് എന്ന് പറയും. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൊന്നും അല്ലാത്ത കാലത്ത് ക്യാമറാമാൻ കാണുന്നതാണ് സിനിമ, ക്യാമറാമാനെ വിശ്വസിച്ചിട്ടാണ്. ഇപ്പൊ ഇന്ന് കൂടുതൽ കുറച്ചും കൂടി ടെക്നിക്കലി ഇത് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ഒരു ഡയറക്ടർ ഇത് സാറ് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ഒരു ഫിലിമേക്കിൽ വന്ന് നിൽക്കുമ്പോൾ എത്രത്തോളം ഹെൽപ്പ് ആയിട്ടുണ്ട്? അത് ടെക്നിക്കലി കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടോ? പ്രോസസ് ഈസി ആയിട്ടുണ്ടോ? Technology is easier. Creativity is still difficult. Difficult.